സത്യം പറ, നിങ്ങൾ ആരാണ് എന്റെ ഒരു ചെരുപ്പ് കൊണ്ടുപോയത്? നിന്റെ 3 മക്കളിൽ ആരോ ഒരാളാണ്. എത്രയും പോയി എടുത്തിട്ട് വാ. ഉണ്ണീസ് പൂവർ. യു അണ്ടർസ്റ്റാൻഡ് മോനെ? നീ അത് കൊണ്ടുപോയത് എന്റെ ചെരുപ്പ്. യു ഗോ, കം ഓൺ, യു അണ്ടർസ്റ്റാൻഡ്? ഉണ്ണിയായിട്ടൊരു ചെരുപ്പ് നിന്റെ മക്കളിൽ ഒരാൾ കൊണ്ടുപോയിട്ടുണ്ട്. സത്യം ഇതാ, ഒരു ചെരുപ്പ് എടുത്തിട്ട് പോ. സത്യം പറ സുശീലേ, നിന്റെ മക്കളിൽ ആരാണ് എന്റെ ചെരുപ്പ് എടുത്തത്? അല്ല നിന്റെ ഭർത്താവ് രാജനാ? പറ, അത് പറഞ്ഞ് നീ എന്റെ മുമ്പ് പോയാ മതി. മദ്യപിച്ചില്ലെങ്കിൽ ഇവനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരെ ദുനിയാവിലില്ല. എന്നാ മദ്യപിച്ച ഏറ്റവും കൂടുതലവനാ. നിന്റെ മക്കളെടുത്തു. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഉണ്ണി പൂവൻ. യു അണ്ടർസ്റ്റാൻഡ്? നാളെ അവിടെ എത്തിക്കും. ഈ നിലക്ക നമ്മുടെ ആൾക്കാര് ആലോചിച്ച് നോക്ക്. രാത്രിയൊക്കെ ഇവിടെ തന്നെ കിടന്നുറങ്ങും നായ്ക്കട കൂട്ടത്തില്. എന്താ ഉണ്ണിയെ എന്താ സംസാരിക്കണേ? എടുത്തു. ഇവനാ ഇവളാ ആരാ എടുത്തോണ്ടോയത്? അത് അറിഞ്ഞിട്ട് ഞാൻ എടുത്തു പോലും. എന്താ പറഞ്ഞേ? 2 ചെരുപ്പ് ഒന്ന് പോയി. എവിടെ പോയി? ആരോ കൊണ്ട് ഇവില്ല. ആരാ പറ? അതെ, ബോധമില്ലാണ്ട് നടന്ന ചെരുപ്പല്ല പലതും പോവും. ബോധമില്ലാണ്ടൊന്നുമില്ല, നല്ല ബോധമുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഉണ്ണി എന്നോട്, എന്തിനാ അങ്ങനെ കള്ളു കുടിച്ച് നശിക്കണേ? ക്വസ്റ്റ്യൻ ഈസ് ഓക്കെ, പക്ഷെ ആൻസർ ഈസ് റോങ്. ആ ചോദ്യം അവനോട് ചോദിക്കാൻ പാടില്ല. അതെ, ഇതിപ്പോ മന്മഥനെ നോക്ക്. അന്നേക്കാ വലത്തായിട്ട് നടന്നവനാണ് മന്മഥൻ. ഇപ്പൊ അന്തസ്സായിട്ട് കുടുംബം നോക്കി ആ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ലൊരു കുടുംബമായിട്ട് ഓൻ കയ്യാണ്. ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി കൂടാ എനിക്ക്. മനസ്സിലായി. ഞാനേ ഉണ്ണി പരസ്യമായിട്ട് മദ്യപിക്കും. ചില ആൾക്കാര് രഹസ്യമായി മദ്യപിക്കും. വേറെ ആരോ ഉദ്ദേശം? ഞാൻ നിർത്തി. യു അണ്ടർസ്റ്റാൻഡ്? ഇപ്പൊ അതിപ്പോ ആ വക വർത്താനം പറയാനല്ല ഞാൻ വന്നത്. നാളെ ഗാന്ധി ജയന്തിയാണ്. അപ്പൊ നമ്മള് നാട്ടിലുള്ള കുറച്ച് മാന്യന്മാരൊക്കെ പാടെ ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നുണ്ട്. പറയണ്ടേ? അപ്പൊ ആ ആൾക്കാരുടെ ഇടയിൽ കിജും കൂടി ഒന്ന് വരണം. വരില്ല. ആടെ ചെത്തി വൃത്തിയാക്കാൻ ഉണ്ണീനെ കിട്ടൂല. അതൊക്കെ ഞങ്ങൾ ചെയ്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. സാറൊന്ന് അവിടെ വരെ വന്നാ മതി. എടാ ഉണ്ണിയെ, അവിടെ ഈ മാന്യന്മാര് കൂടുന്നോടത്ത് ചെത്തി വൃത്തിയാക്കാനായിട്ട് അന്നെ ഞാൻ വിളിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ആ മാന്യന്മാരുടെ കൂട്ടത്തിലേക്കുള്ള ഒരു നല്ല മാന്യനായിട്ടാണ് അന്നെ ഞാൻ ജനിക്കണത്. പിന്നെന്തേ, ഈ മാന്യനല്ലേ? നീ കഴിക്കാതെ നോക്ക്, നീ നല്ല മാന്യനാണ്. ഞാൻ വരും. ഇത് വരണോ? കളഞ്ഞു മാന്യത. പായസം ഉണ്ട്. അല്ലാത്ത ഒരു മാന്യതക്കേടും നമ്മൾ കാണിക്കരുത്. ഈ മാന്യനായിട്ട് അവിടെ ഇരിക്കണം. മാഞ്ഞ വരണ്ട്. അപ്പൊ രാവിലെ എത്തിക്കോട്ടോ. ഒരു ചെരുപ്പാര് തരും. ചെരുപ്പോടെ നടന്ന ചെരുപ്പൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പൊ ഈ നേരെ ചൊവ്വാഴ്ച എന്റെ ചെരുപ്പ് പോയിരുന്നില്ല. പലതും നഷ്ടപ്പെടും. അതാ പറയണേ. ഒരു വണ്ടി അയച്ചാ വരും. എന്ത് വണ്ടി? തീവണ്ടിയോ? അങ്ങോട്ട് വാ ഉണ്ണി, വരണം. എല്ലാരും ഉണ്ട്. എന്റെ ചെരുപ്പ് ഇടുന്ന് കൊണ്ടുപോയിട്ട് മതി. നീ ഇങ്ങനെ ഇടുന്ന് പോലെ ഞാനിവിടെ കിടക്കൂടാ. സുശീലേ, മോനെ ഈ കള്ളിങ്ങനെ മോന്തുന്ന ആൾക്കാരെ അതൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ട് കുടുംബം നോക്കാൻ തുടങ്ങിയ ഈ കുടിയന്മാരെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാന്നറിയോ? അപ്പൊ മനസ്സിലായില്ലേ? വണ്ടി കെട്ടിയിട്ടതാണ്. മറ്റവൻ
എന്താ എന്താ മനപ്രയാസം എന്താ? ഞാൻ എല്ലാരും സ്നേഹിച്ച എനിക്ക് എന്റെ ഭാര്യക്ക് എന്നെ വേണ്ട. ഭാര്യയല്ലേ? ഭാര്യക്ക് എന്നെ വേണ്ട. ഭാര്യയ്ക്ക് അവനെ വേണ്ട. എന്റെ സഹോദരങ്ങൾക്ക് എന്നെ വേണ്ട. എനിക്ക് ഭൂമിയിൽ ആരുമില്ല. കോയൊക്കെ ഞാനെന്ത് ജീവിക്കണം? ആരുമില്ലൊക്കെ കുടിക്കാൻ പാടില്ലേ? ഞങ്ങളൊക്കെ ഉണ്ട്. എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ട്. ഞങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ട്. ഉണ്ട്. ഒരു പുള്ളു മേടിക്കാൻ നമുക്ക് എന്താ പറഞ്ഞാ ഇതാ ഈ സ്വഭാവമാണ് അയ്യ നന്നാവാത്ത. ഈ ഞങ്ങളെ കൂടി അതിന് കൊടുക്കാനാ നോക്കണേ. ഞാൻ മണ്ണൂരും കൂടി അത് പണ്ടല്ലേ. നാളെ ഗാന്ധി ജയന്തിയാണ്. അതെ. അപ്പൊ നമ്മള് സ്ഥലം കിട്ടൂല. പറയട്ടെ ഭാര്യേ. അപ്പൊ മാന്യന്മാര് കുറച്ചു പേരൊക്കെ എല്ലാരും കൂടി ഒന്ന് ഒത്തുകൂടുണ്ട്. അതെ. അപ്പൊ അവിടെ ഇജ്ജ് വരണം. കാരണം ഇജ്ജ് അന്നെ ഞങ്ങൾ കണക്കാക്കണ ഈ നാട്ടിലത്തെ ഒരു മാന്യനായിട്ടാണ്. അന്നെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ആ മാന്യ സദസ്സില് ഇജ്ജും കൂടി ഉണ്ടാവണം. അത് ഞങ്ങളൊരു ആഗ്രഹമാണ്. എല്ലാ വർഷവും മാറും. അത് കഴിഞ്ഞു. എന്തിനാ നിരാശ എന്ന് ചോദിച്ചില്ല. എന്റെ മോളുടെ കല്യാണം എന്നെ സഹായിക്കാൻ ആരുമില്ല. മോൾക്ക് എത്രയായി ഇപ്പൊ പ്രായം? അവൾക്ക് ഇപ്പൊ 3-ൽ 8ാം ക്ലാസ്സിൽ 8 വയസ്സ്. എന്നെ ഇപ്പൊ സഹായിക്കുന്നതിന് അതിനി കാലം പോലെ കഴിയണ്ടപ്പാ. മോള് വല്ലാവട്ടെ. അപ്പൊ നമുക്ക് ആലോചിക്കാം. അവനെ കുട്ടീനെയൊക്കെ കണ്ടിട്ട് നാള് കുറേ ആയി. അത് വളർന്നാ വിചാരിച്ചേക്കണം. നിന്റെ കുടുംബക്കാരെല്ലാം ഞാൻ പരിചയപ്പെടുത്തണം. നിനക്ക് എല്ലാവരും ഉണ്ട്. നീ ആടാതെ വാ. അതിപ്പോ ആൾക്കാരെ കണ്ട ഞാൻ വീണ്ടും കള്ളുകൂടി തുടങ്ങിയത് പറയൂ. അല്ല, ഈ സത്യശീലൻ സാർ എന്തിനപ്പോ പ്രതിജ്ഞ? അപ്പോ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഇനി മുതൽ നമ്മൾ ആരും മദ്യപിക്കില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു പ്രതിജ്ഞ നമുക്ക് ചൊല്ലിയിട്ട് ഇവിടുന്ന് പിരിയാം. അപ്പൊ നമ്മൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേക്കാം. ഒന്നങ്ങോട്ട് ചേർന്ന് നിന്നോളൂ. ഒരു കൈ ഇങ്ങോട്ട് മുമ്പിലേക്ക് നീട്ടി പിടിക്കാം. എല്ലാരും വലത് കൈ ഒന്ന് മുന്നോട്ട് ഇങ്ങനെ വരത്തി പിടിച്ചോളൂ കേട്ടോ. അപ്പൊ നമ്മള് പ്രതിജ്ഞ എടുക്കാൻ പോവാണ്. ഗാന്ധി ജയന്തി ദിനമായ ഇന്ന് മഹാത്മാവിന്റെ നാമധേയത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഇന്നു മുതൽ മദ്യവും അതുപോലുള്ള മറ്റു ലഹരി പദാർത്ഥങ്ങളും ഞാൻ സ്വയം ഉപയോഗിക്കുകയില്ലെന്നും അതിനായി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയില്ലെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഇത് സത്യം 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 സത്യം. മറിമായം